നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റേതാണ്. നമുക്ക് പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ എൻ്റെ സ്ഥലം ധനനിശ്ചയാധാര പ്രകാരം എൻ്റെ മകൾക്ക് രജിസ്റ്റർ ചെയ്തു കൊടുത്തു. പോക്കുവരവ് ചെയ്ത് ഭൂനികുതിയും അടച്ചിട്ടുണ്ട്. എന്നാൽ നികുതി അടച്ച രസീതിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിലെ അഡ്രസ്സിൽ കൊടുത്ത പിൻകോഡല്ല ചേർത്തിരിക്കുന്നത്, മറ്റൊരു പിൻകോഡാണ്. ആയതിനാൽ ഞാൻ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ തെറ്റായി രേഖപ്പെടുത്തിയ പിൻകോഡ് തിരുത്തിക്കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രജിസ്റ്റർ ചെയ്ത ആധാരത്തിൽ പിൻകോഡ് തെറ്റായി രേഖപ്പെടുത്തിയത് തിരുത്തുന്നതിന് എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമീഷ് കടുവനപ്പറമ്പിൽ. പോക്കുവരവ് കഴിഞ്ഞ് ലഭിച്ച നികുതി റസീറ്റിലെ പിൻകോഡിലെ പിശക് പരിഹരിക്കാൻ വളരെ ലളിതമായ നടപടിക്രമങ്ങളാണുള്ളത്. നിങ്ങൾ അടുത്ത തവണ വസ്തുവിൻ്റെ കരമടക്കുവാനായി വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ആധാരത്തിൻ്റെ പകർപ്പ്, ശരിയായ പിൻകോഡ് കാണിച്ചിട്ടുള്ള രേഖകൾ എന്നിവ സഹിതം നികുതി റസീറ്റിലെ പിൻകോഡ് തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും ആധാരത്തിലെ യഥാർത്ഥ പിൻകോഡ് ഇന്നതാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസിൽ ഒരു അപേക്ഷ സമർപ്പിക്കുക. വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയാൽ വില്ലേജ് ഓഫീസർക്ക് പോർട്ടൽ വഴി ഇത്തരം പിൻകോഡ് അല്ലെങ്കിൽ മേൽവിലാസ സംബന്ധമായ തെറ്റുകൾ ലളിതമായി തിരുത്തി നൽകുവാനായി സാധിക്കും. ഇത്തവണ തന്നെ നികുതി അടച്ചു പോയതുകൊണ്ട് നികുതി റെസിപ്റ്റ് ആയി വില്ലേജ് ഓഫീസിൽ സമീപിച്ചാൽ നികുതി റെസിപ്റ്റിൽ തന്നെ വേണ്ട തിരുത്തലുകൾ വരുത്തി വില്ലേജ് ഓഫീസർ സീൽ ചെയ്ത് നൽകും. ഇനി രണ്ടാമത്തെ പരാതി. ഈ പരാതിക്കാരനും സ്വന്തം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ ആലപ്പുഴ ജില്ലയിലെ സ്ഥിര താമസക്കാരനാണ്. എനിക്കിപ്പോൾ 69 വയസ്സുണ്ട്. 2019 എന്റെ പേരിലുള്ള 17 സെന്റ് സ്ഥലത്തിന്റെ ആധാരം പണയപ്പെടുത്തി 10 ലക്ഷം രൂപ വീട് പണിക്കായി എറണാകുളത്തുള്ള ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. പലിശയും മുതലും ചേർത്ത് മൊത്തം 7,40,000 രൂപ ഇതുവരെ തിരിച്ചടച്ചിട്ടുമുണ്ട്. ഞാനും ഭാര്യയും പണിയെടുത്തു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. ഇടയ്ക്ക് മാസ അടവുകൾ തെറ്റിച്ചതിനാൽ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. പിഴ പലിശ അടക്കം 2.5 ലക്ഷം രൂപ അടക്കണമെന്നാണ് ബാങ്കുകാർ പറയുന്നത്. ഇത്രയും തുക അടയ്ക്കുവാൻ ഇപ്പോൾ ഞങ്ങൾക്ക് നിർവാഹമില്ല. സ്ഥലം വിറ്റ് ബാധ്യത തീർക്കാമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ വാഹനം കയറുന്നതിന് ബുദ്ധിമുട്ടുള്ള വഴിയായതിനാൽ ആരും തന്നെ സ്ഥലവും എടുക്കുന്നില്ല. എനിക്ക് 3 മക്കളാണ്. മകൾ വിവാഹിതയാണ്. 2 ആൺമക്കൾ വിവാഹം കഴിച്ചിട്ടില്ല. അവരുടെ വരുമാനം കൊണ്ട് ബാധ്യത തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാതാപിതാക്കളായ ഞങ്ങൾക്ക് മരണം വരെ ഈ വീട്ടിൽ തന്നെ കഴിയണമെന്നാണ് ആഗ്രഹം. റിവേഴ്സ് മോർട്ട്ഗേജ് എന്ന വായ്പാ രീതിയെക്കുറിച്ച് ഞങ്ങൾ അറിയാനിടയായി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണോ ആധാരം വെച്ച് ലോൺ എടുത്തിരിക്കുന്നത് ആ ബാങ്കിൽ നിന്നും ഈ പദ്ധതി പ്രകാരം എന്തെങ്കിലും സഹായം കിട്ടുവാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന റിവേഴ്സ് മോർട്ട്ഗേജിനെ പറ്റിയുള്ള സംശയത്തിന് വിശദമായ മറുപടി നൽകുന്നു ഫെഡറൽ ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജർ കെ വർഗീസ്. പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ഉപഭോക്താവ് റിവേഴ്സ് മോർട്ട്ഗേജ് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി എന്താണ് റിവേഴ്സ് മോർട്ട്ഗേജ് എന്ന് പറയാം. അതിനുശേഷം അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാം. റിവേഴ്സ് മോർട്ട്ഗേജ് എന്നത് സ്വന്തമായി വീടുള്ള 60 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വീട് വിറ്റഴിക്കാതെ തന്നെ അതിന്റെ മൂല്യം അടിസ്ഥാനമാക്കി ബാങ്കുകളിൽ നിന്നോ ഭവന ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ ലഭിക്കുന്നതിനുള്ള പദ്ധതി ആണ്. സാധാരണ ഭവന വായ്പയിൽ ഹോം ലോൺ ബാങ്കിന് വായ്പ തിരിച്ചടക്കുന്നത് ഉപഭോക്താവാണ്. എന്നാൽ റിവേഴ്സ് മോർട്ട്ഗേജിൽ ബാങ്കാണ് വായ്പ തുക പ്രതിമാസം, ത്രൈമാസം, വാർഷികം അല്ലെങ്കിൽ ഒറ്റത്തവണയായി വീട്ടുടമയ്ക്ക് നൽകുന്നത്. അതിനാലാണ് ഇതിനെ റിവേഴ്സ് മോർട്ട്ഗേജ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇതിന്റെ സവിശേഷതകളെന്ന് നോക്കാം. അപേക്ഷകൻ സാധാരണയായി 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർ ആയിരിക്കണം. സ്വന്തം പേരിലുള്ള താമസയോഗ്യമായ വീട് ഈടായി നൽകണം. വായ്പ ലഭിച്ചാലും അപേക്ഷകന് ജീവിതകാലം മുഴുവൻ ആ വീട്ടിൽ താമസിക്കാം. പ്രതിമാസ വരുമാനം വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. വായ്പ തിരിച്ചടയ്ക്കേണ്ടത് ഉടൻ ആവശ്യമില്ല. പിന്നെ വായ്പ എങ്ങനെയാണ് തീർപ്പാക്കുന്നത്? വായ്പ എടുത്ത വ്യക്തിയും അല്ലെങ്കിൽ ദമ്പതികളാണെങ്കിൽ അവസാനമായി ജീവിച്ചിരിക്കുന്ന പങ്കാളിയും മരണപ്പെടുകയോ
സ്ഥിരമായി വീട് ഒഴിയുകയോ ചെയ്താൽ അവകാശികൾക്ക് വായ്പയും പലിശയും അടച്ച് വീട് സ്വന്തമാക്കാം. അല്ലെങ്കിൽ ബാങ്ക് വീട് വിറ്റ് വായ്പ തിരിച്ചുപിടിക്കും. വിൽപ്പനയിൽ ശേഷിക്കുന്ന തുക അവകാശികൾക്ക് തിരിച്ചു കൊടുക്കും. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിരമിച്ചവർക്ക് സ്ഥിരമായ അധിക വരുമാനം ലഭിക്കും. വീട് വിറ്റഴിക്കാതെ സാമ്പത്തിക സുരക്ഷത നേടുവാൻ സാധിക്കും. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു. വീടിന്റെ ഉടമസ്ഥാവകാശം ജീവിതകാലം വരെ നിലനിൽക്കുന്നു. എന്നാൽ ഈ വായ്പയ്ക്ക് ചില പരിമിതികൾ കൂടെയുണ്ട്. വായ്പയുടെ തുക വീടിന്റെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കും. പലിശ കാലക്രമേണ കൂട്ടിച്ചേർക്കപ്പെടും. അവകാശികൾക്ക് പിന്നീട് വായ്പ തിരിച്ചടച്ച് വീട് നിലനിർത്തേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഇന്ത്യയിൽ റിവേഴ്സ് മോർഗേജ് ആരംഭിച്ചത് 2007 അത് വിവിധ ഘട്ടങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇന്നും അതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രചാരം ലഭിച്ചിട്ടില്ല. ഇന്ത്യയിൽ കുടുംബ ബന്ധങ്ങൾ ശക്തമായ സാമൂഹിക ഘടകമായതിനാൽ വീടുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറണമെന്ന മനോഭാവം ഉള്ളതുകൊണ്ട് റിവേഴ്സ് മോർഗേജ് പദ്ധതിയുടെ സ്വീകാര്യത ഇന്ത്യയിൽ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ റിവേഴ്സ് മോർഗേജ് എന്ന ആശയം ആദ്യമായി 1960കളിലാണ് ആരംഭിച്ചത്. അത് അമേരിക്കയിലാണ് ആരംഭിച്ചത്. ഈ റിവേഴ്സ് മോർഗേജ് പദ്ധതിക്ക് അമേരിക്കയിലും അതുപോലെ തന്നെ UK-യിലും കാനഡയിലും വളരെയധികം പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ വേണ്ടത്ര ഒരു പ്രചാരം ഈ റിവേഴ്സ് മോർഗേജിന് ലഭിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. റിവേഴ്സ് മോർഗേജിന്റെ കാര്യത്തിൽ വേറെ ഓർക്കേണ്ട ഒരു സംഗതി, ആ പ്രോപ്പർട്ടി അൺഎൻകമ്പേർഡ് ആയിരിക്കണം. അത് വായ്പ എടുക്കുന്ന ആളുടെ പേരിൽ ഉള്ളതായിരിക്കണം എന്നുള്ള നിബന്ധനകളുണ്ട്. ഇനി ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യകർത്താവ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് 69 വയസ്സായി. 2019 17 സെന്റ് സ്ഥലം പണയം വെച്ച് 10 ലക്ഷം രൂപ ഹൗസിംഗ് ലോണായി ഒരു ബാങ്കിൽ നിന്ന് എടുത്തിരുന്നു. പലിശയും മുതലും ചേർത്ത് ഇതുവരെയും 7,40,000 രൂപയോളം അടച്ചു. ഇപ്പോൾ 2,50,000 രൂപ കുടിശ്ശികയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റിവേഴ്സ് മോർഗേജ് കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യകർത്താവ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കാറ് പോകുന്നതിനുള്ള റോഡ് ഇല്ല എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 കാര്യങ്ങളാണ് ഇതിൽ പറയേണ്ടത്. ഒന്ന്, ഈ എടുത്തിരിക്കുന്ന വായ്പ മുടക്ക് വരുത്തിയിരിക്കുന്നത് വീണ്ടും ഒരു വായ്പ ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പിന്നെ റിവേഴ്സ് മോർഗേജ് കൊടുക്കുന്നത് നല്ല മാർക്കറ്റബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിക്കാണ് റിവേഴ്സ് മോർഗേജ് കൊടുക്കുക. അപ്പൊ താങ്കളുടെ ഭൂമിയിലേക്ക് കാറ് പോകാനുള്ള സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ആ പ്രോപ്പർട്ടിക്ക് വാല്യൂ കാണുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് റിവേഴ്സ് മോർഗേജ് ലഭിക്കുവാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷേ നിങ്ങളുടെ സ്ഥലത്തിന് നല്ല മൂല്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ബാങ്ക് നിങ്ങളുടെ വായ്പ പരിഗണിച്ചെന്നിരിക്കും. അങ്ങനെ ബാങ്ക് വായ്പ പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള മെച്ചം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ഹൗസിംഗ് ലോണിൽ നിങ്ങൾ അതിന്റെ മാസം തോറും ഇൻസ്റ്റാൾമെന്റ് ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കണം. അതിന് പകരമായിട്ട് റിവേഴ്സ് മോർഗേജ് ആകുമ്പോൾ നിങ്ങൾക്ക് മാസം തോറും ബാങ്ക് ഒരു നിശ്ചിത തുക തരും. ആ തുക നിങ്ങളുടെ ജീവിതകാലം വരെ നിങ്ങൾ അത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. അതിൽ വരുന്ന പലിശയും നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ വായ്പ തുകയോടുകൂടി കൂട്ടും. അതിനുശേഷം നിങ്ങളുടെ കാലശേഷം മാത്രമാണ് ബാങ്ക് ഈ തുക തിരിച്ചു പിടിക്കുന്നത്. 2 രീതിയിലാണ്. ഒന്നുകിൽ ഈ വസ്തു വിറ്റ് ആ കിട്ടുന്ന തുക കൊണ്ട് ഈ വായ്പ തീർപ്പാക്കും. അല്ല, നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ മക്കൾക്ക് ആ സ്ഥലം വീണ്ടെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബാങ്കിൽ നിൽക്കുന്ന വായ്പ തുക തിരിച്ചടച്ചതിന് ശേഷം അവർക്ക് ആ ഭൂമി തിരിച്ച് എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള നല്ല ഒരു സ്കീമാണ് ഈ റിവേഴ്സ് മോർഗേജ്. പ്രത്യേകിച്ചും സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും പെൻഷനൊന്നും ഇല്ല, മാസവരുമാനങ്ങളൊന്നും ഇല്ല, അവർക്ക് അതേസമയം തന്നെ നല്ല വീടുണ്ട്, അതിന് നല്ല വിലയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ ആരെയും ആശ്രയിക്കാതെ തന്നെ ആ സ്വന്തം വീട് പണയം വെച്ച് വായ്പ എടുക്കാനുള്ള ഒരു നല്ല പദ്ധതിയാണ് റിവേഴ്സ് മോർഗേജ്.
ഇനി മൂന്നാമത്തെ പരാതി ചേർത്തലയിൽ നിന്നും സിജിമോൾ എസിന്റേതാണ് പരാതി എന്താണെന്ന് നോക്കാം. എന്റെ അമ്മാവന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. മക്കൾ ഇരട്ടകളാണ്. ഒരാൾക്ക് കേൾവിയും സംസാരശേഷിയുമില്ല, മറ്റേയാൾക്ക് 50% കേൾവിയുണ്ട്, സംസാരശേഷിയുമുണ്ട്. രണ്ടുപേർക്കും ഇപ്പോൾ പ്രായം 24 വയസ്സായി. രണ്ടുപേരും ആൺകുട്ടികളാണ്. ഇവരുടെ അമ്മ കുട്ടികൾക്ക് ജന്മം നൽകിയതിനു ശേഷം മഞ്ഞപ്പിത്തം ബാധിച്ചു മരണപ്പെട്ടു. അമ്മ മരണപ്പെട്ടതിനാൽ ഇവർ 2 വീടുകളിലായിട്ടാണ് വളർന്നത്. ഒരാൾ അമ്മ വീട്ടിലും മറ്റേയാൾ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലുമാണ് വളർന്നത്. ഇവരുടെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിക്കുകയും ചെയ്തു. കുട്ടികളുടെ കാര്യങ്ങൾ ഒന്നും തന്നെ അച്ഛൻ നോക്കിയിരുന്നില്ല. 2025 ഒക്ടോബർ മാസത്തിൽ അച്ഛൻ ക്യാൻസർ ബാധിച്ചു മരണപ്പെട്ടു. ഈ കുട്ടികൾക്ക് 20 വയസ്സ് പ്രായമുള്ള സമയത്ത് സംസാരിക്കുന്ന കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ച് അവിടെ താമസിക്കാനായി അച്ഛൻ പറഞ്ഞിരുന്നു. എന്നാൽ കുട്ടി പോയിരുന്നില്ല. അച്ഛന് രോഗം ബാധിച്ച സമയം തന്നെ ആരും നോക്കിയില്ല എന്ന കാരണം പറഞ്ഞ് അച്ഛന്റെ പേരിലുള്ള സ്ഥലം മുഴുവനും തൊട്ടടുത്തുള്ള അമ്പലത്തിന് എഴുതി കൊടുത്തതായി വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാം ഭാര്യയും മരണപ്പെട്ടു. വിൽപത്രം ആരുടെ കൈവശമാണ് ഉള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല. ചേർത്തല സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ വിൽപത്രം രജിസ്റ്റർ ചെയ്തതായി അറിയാൻ കഴിഞ്ഞിട്ടുമില്ല. ആയതിനാൽ മക്കൾക്ക് അവകാശപ്പെട്ട ഈ സ്ഥലം കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ള. കിട്ടിയ കത്ത് സശ്രദ്ധം വായിച്ചു. ഒരച്ഛൻ 2 കുട്ടികൾ സംസാരശേഷിയും കേൾവിശേഷിയും വളരെ പരിമിതം ആയിട്ടുള്ളവരാണെന്നും ആ അച്ഛൻ ഇപ്പോൾ മരണപ്പെട്ടുവെന്നും ആണ് കത്തിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ. അങ്ങനെ മരണപ്പെട്ട അച്ഛന്റെ സ്വത്തുക്കളിൽ കുട്ടികൾക്ക് അവകാശം ലഭിക്കാൻ എന്ത് ചെയ്യണം? അച്ഛൻ ഒരു വിൽപത്രം അല്ലെങ്കിൽ മരണപത്രം എഴുതിയതായിട്ട് പറയുന്നു. ആ മരണപത്രത്തെ പറ്റി കത്തയച്ച ആൾക്ക് വലിയ ധാരണയില്ല. അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കേൾവിശക്തിയും സംസാരശേഷിയും വളരെ പരിമിതമായിട്ടുള്ള 2 കുട്ടികളെ വേണ്ട രീതിയിൽ വളർത്തിയെടുക്കാനും അവരെ സംരക്ഷിക്കാനും ഒരച്ഛൻ ബാധ്യസ്ഥനായിരുന്നു. ആ അച്ഛൻ അതൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ആ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഒരു അടുത്ത ബന്ധു നടത്തുന്ന ശ്രമങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. അത് വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കത്തിലെ വിഷയത്തിലേക്ക് വരാം. ഇതിൽ പറയുന്നത് ആ കുട്ടികൾ കേൾവിശേഷിയോ സംസാരശേഷിയോ ഇല്ലാത്ത കുട്ടികളുടെ അച്ഛൻ മരണപ്പെട്ടുവെന്നും അവര് ഒരു വില്ല് എഴുതി വെച്ചതായി സംശയിക്കപ്പെടുന്നുവെന്നും ആ വില്ലിൽ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയ്ക്കും പിന്നീട് അടുത്തുള്ള അമ്പലത്തിലുമാണ് വസ്തുക്കൾ വിൽപത്രപ്രകാരം എഴുതി വെച്ച ആളുടെ മരണശേഷം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതുമെന്നാണ് പറയുന്നത്. അങ്ങനെ വില്ലുകളെ പറ്റിയുള്ള നിയമം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വില്ല് എഴുതി വെച്ച ആൾക്ക് അല്ലെങ്കിൽ വസ്തുവിന്റെ ഉടമസ്ഥന് അയാളുടെ വസ്തു ഏത് രീതിയിൽ വേണമെങ്കിലും അയാളുടെ മരണശേഷം ആർക്ക് വേണമെങ്കിലും എഴുതി വെക്കാം. ഏത് രീതിയിലും അത് കൺവേ ചെയ്യാം, അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാനോ മറ്റുള്ളവരുടെ പേരിലേക്കോ മാറ്റാനുള്ള അവകാശങ്ങളുണ്ട്. പക്ഷേ പുതിയൊരു ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിൽപത്ര പ്രകാരം വസ്തു മറ്റുള്ള ആ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആളുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്തു കൊടുക്കുന്നത് സാധാരണ വില്ലേജ് ഓഫീസറാണ്. അവരുടെ പേരിൽ കരമടച്ച് റവന്യൂ രേഖകളിൽ വസ്തു അവരുടെ പേരിലാക്കുന്നതിനാണ് പോക്കുവരവ് എന്ന് പറയുന്നത്. അത് വിൽപത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പോക്കുവരവ് നടത്തണമെങ്കിൽ ആരാണോ ഈ മരിച്ചുപോയ ആളുടെ ലീഗൽ ഹെയർസ്, അനന്തരാവകാശികൾ, അവർക്കെല്ലാം നോട്ടീസ് കൊടുത്ത് അവരുടെ സമ്മതം കൂടി വാങ്ങിയിട്ട് വേണം പോക്കുവരവ് ചെയ്യണം എന്നാണ് പുതിയ ഒരു ഹൈക്കോടതി വിധി പ്രകാരം ഉള്ള ഇപ്പോൾ നിലവിലുള്ള നിയമം. അതനുസരിച്ച് നോട്ടീസ് കൊടുക്കുകയും അവർക്ക് തർക്കമുണ്ടെങ്കിൽ അത് സിവിൽ കോടതിയിൽ പരിഹരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അതിന്റെ നിയമവശം. ഇപ്പോൾ ഈ ബില്ലെഴുതി എന്ന് പറയുന്ന ഈ അച്ഛൻ മരണപ്പെട്ട സ്ഥിതിക്ക് ഈ കുട്ടികൾ ചെയ്യേണ്ടത് ഈ അച്ഛന്റെ നിയമാവകാശികൾ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പിന്തുടർച്ചാവകാശികൾ അവരാണ് എന്ന് കാണിക്കുന്നതിനുള്ള വില്ലേജ് രേഖകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ അവർ താമസിക്കുന്ന വില്ലേജ് ഓഫീസിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. അതുപോലെ താലൂക്ക് ഓഫീസിൽ നിന്ന് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഈ വസ്തുക്കൾ അവരുടെ പേരിൽ അവകാശ പോക്കുവരവ് നടത്തിത്തരണം എന്ന് വില്ലേജ് ഓഫീസർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ പോക്കുവരവ് നടത്തിത്തരണമെന്ന് ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വില്ലേജ് ഓഫീസർ ഒന്നുകിൽ അത് പോക്കുവരവ് നടത്തിപ്പെടും, അല്ലെങ്കിൽ അവരുടെ ലീഗൽ ലേയേഴ്സിന് നോട്ടീസ് അയച്ച് അവരെയും കൂടി ഒരു ഹിയറിംഗ് നടത്തി അവർക്ക് ഒബ്ജക്ഷൻ ഇല്ല എങ്കിൽ അത് നടത്തിത്തരും. ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് സിവിൽ കോടതിയിലേക്ക് റെഫർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു കോടതിയിലേക്ക് ഈ ബില്ലിന്റെ സാധുത ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 കുട്ടികൾ അവർക്ക് കുറച്ച് സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തവരാണ്. അവരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ നമ്മുടെ സർക്കാർ പാസ്സാക്കിയിട്ടുണ്ട്. അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ആക്ട്, അങ്ങനെ ഒരു നിയമം
നിലവിലുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന നിയമവും നിലവിലുണ്ട്. മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ നിയമം. സിവിൽ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ ഏത് സാഹചര്യങ്ങളിലാണ് ഈ ബില്ല് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടത്, ആ എക്സിക്യൂട്ട് ചെയ്ത സമയത്തെ അത് എക്സിക്യൂട്ട് ചെയ്ത ആളുടെ മാനസികാവസ്ഥ എതിരിലായിരുന്നു, അയാളുടെ സ്വബുദ്ധിയോടെയും പരപ്രേരണ കൂടാതെയും ആണോ എക്സിക്യൂട്ട് ചെയ്തത്, അങ്ങനെ പല പല വിഷയങ്ങളും തെളിയിക്കേണ്ടതായിട്ട് വരും. ഏതായാലും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന രണ്ടുപേരെന്ന രീതിയിൽ അവർക്ക് അനുഭാവപൂർണമായ ഒരു പരിഗണന കോടതി നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ഈ മരിച്ച ആളുടെ നിയമാവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവ കരസ്ഥമാക്കി ഈ വസ്തു നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ പേരിൽ പോക്കുവരവ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നീട് വിൽപത്രമായതുകൊണ്ട് അത് ഏത് രജിസ്റ്റർ ഓഫീസിലും, അതിപ്പോൾ നിങ്ങൾ പറയുന്ന രജിസ്റ്റർ ഓഫീസിൽ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നില്ല. ഏത് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്താലും അത് വാലിഡ് ആണ്. നമ്മൾ ഇത് അവകാശ പോക്കുവരവിന് കൊടുക്കുകയാണെങ്കിൽ വേറെ ആരെങ്കിലും വിൽപത്രവുമായി വരികയാണെങ്കിൽ അത് വില്ലേജ് ഓഫീസർ ആ സമയത്ത് അതിന് യുക്തമായ തീരുമാനമെടുക്കുകയും അത് സിവിൽ കോടതിയിലേക്ക് കേസുമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യം പറയുകയും ചെയ്യും. അതാണ് ഇതിന്റെ ഒരു നിയമവശം. ഏതായാലും രണ്ട് ഭിന്നശേഷിക്കാരായ യുവാക്കൾക്ക് വേണ്ടിയിട്ട് താങ്കൾ നടത്തുന്ന പോരാട്ടങ്ങൾ ഏറെ പ്രശംസനീയമാണ്. ഈ കുട്ടികൾക്ക് തീർച്ചയായിട്ടും സൗജന്യ നിയമ സഹായത്തിന് അർഹതയുണ്ട്. നിങ്ങളുടെ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിലോ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലോ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് സൗജന്യ നിയമ സഹായം ലഭിക്കുന്നതാണ്. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.